ഇനി നമ്മൾ ആ പറഞ്ഞ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, റിമൈൻഡർ ഓപ്പറേറ്റർ ഉണ്ട്, സ്റ്റാർ സ്റ്റാർ ഉണ്ട്, സ്ലാഷ് സ്ലാഷ് ഉണ്ട്. അപ്പോൾ ഓരോന്ന് ഫ്ലോ ഡിവിഷൻ ഉണ്ട്. അപ്പോൾ കാണിച്ചു തരാം. 5 + 5 നിങ്ങൾക്ക് അറിയാം 10 ആണ്. 16 - 5 11 ആണെന്ന് അറിയാം. 5 × 5 25. 15/5 3.0. അപ്പോൾ അവിടെ നമുക്ക് പോയിന്റ് വാല്യൂസ് ആണ് കിട്ടുക, ഫ്ലോട്ടിംഗ് വാല്യൂസ് ആണ് കിട്ടുക കേട്ടോ. ഡിവിഷൻ ചെയ്യുമ്പോൾ പോയിന്റ് വാല്യൂസ് ആണ് കിട്ടുക. അടുത്ത 16% 5, അതായത് 5നെ നമ്മൾ 16നെ നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുക 1 ആയിരിക്കും. സോ നമുക്ക് ആൻസർ 1 ആയിട്ട് കിട്ടുക. 5 സ്റ്റാർ സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ, 5 raised to 2, അതാണ് മീനിങ്. ഓക്കെ, സോ നമുക്ക് കിട്ടുക 25 ആണ്. 15/2 എന്ന് പറയുമ്പോൾ 15നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 7 2 are 14, റിമൈൻഡർ വിൽ ബി 1. സോ ബട്ട് നമുക്ക് 7 പോയിന്റ് സംതിങ് ആണ് കിട്ടുക. സോ ആൻസർ 7 ആയിട്ട് കിട്ടും. സോ ഫ്ലോ ഡിവിഷനിൽ ഉദ്ദേശിക്കുന്നത് പോയിന്റ് വാല്യൂസ് കിട്ടാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി 7.5 ആയിട്ട് കിട്ടുക. 0.5 കിട്ടാണ്ട് കിട്ടുന്ന ആ വാല്യൂ ഒഴിവാക്കി യൂസ് ചെയ്യുന്നതാണ് അവിടെ കിട്ടുക. അപ്പോൾ നമുക്ക് ആൻസർ റൺ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് തന്നെയാണ് ഓൾറെഡി നിങ്ങൾക്ക് കാണുന്നുണ്ട് ഔട്ട്പുട്ട്. സോ ആൻസർ 10 11 25 3.0 1 25 7. അപ്പോൾ ഒന്നിൽ മാത്രമേ പോയിന്റ് വാല്യൂ വരുന്ന ഒരു ഡിവിഷനാണ്. ഓക്കെ, അടുത്ത നമുക്ക് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ ഇപ്പോൾ ഞാൻ x = 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കണം. x എന്ന് പറഞ്ഞ ഒരു വാരിയബിൾ ആണ്. ഈക്വൽ ടു എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്, അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. 5 എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ആണ്. 5 എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഇൻറ്റിജർ ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ലൈൻ എഴുതുമ്പോൾ മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ 5 എന്നുള്ള വാല്യൂ എക്സിലേക്ക് അസൈൻ ചെയ്തു. അപ്പോൾ എക്സ് എന്നുള്ള വാല്യൂ പ്രിന്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എക്സ് എന്ന് പറയുന്നത് 5 എന്നുള്ള വാല്യൂ ആണ്. പ്രിന്റ് ചെയ്യുമ്പോഴും 5 എന്ന് കിട്ടും. അടുത്ത നമ്മൾ റിലേഷൻ പറഞ്ഞായിരുന്നു. റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ, രണ്ട് വാല്യൂസ് നമ്മൾ റിലേഷൻഷിപ്പ് നോക്കുകയാണ്. ഓക്കെ, 15 > 5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 15 5നെയൊക്കെ വലുതാണ്. നമുക്ക് ആൻസർ കിട്ടുക ട്രൂ ആയിട്ട് തന്നെയാണ്. ട്രൂ തന്നെ ആൻസർ കിട്ടുക. 6 > 5 കറക്റ്റ് ആണോ? അല്ല, കാരണം 6 ഒരിക്കലും 5നേക്കാൾ ചെറുതല്ല. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഫാൾസ്. ഇനി 5 > 3 ഇറ്റ്സ് കറക്റ്റ്, കാരണം എന്താ 5 3നേക്കാൾ വലുത് തന്നെയാണ്. അടുത്തത് 5 < 6, 5 is < 6, യെസ് ട്രൂ ആണ്. അടുത്തതാണ് നമ്മൾ ട്വിസ്റ്റിംഗ് രണ്ട് വാല്യൂസുകൾ, ഒന്ന് ഓപ്പറേറ്റേഴ്സുകൾ, ഒന്ന് ഡബിൾ ഈക്വലും നോട്ട് ഈക്വലും. ഡബിൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കമ്പാരിസൺ ഓപ്പറേറ്റർ ടു കമ്പയർ ടു വാല്യൂസ് വെദർ ദേ ആർ ഈക്വൽ ഓർ നോട്ട്. ഈക്വലോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഡബിൾ ഈക്വൽ. സിംഗിൾ ഈക്വലും ഡബിൾ ഈക്വലും നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. ടു കമ്പയർ വി ആൾവേസ് യൂസ് ഡബിൾ ഈക്വൽ. ഓക്കെ, ഇവിടെ നോക്കുന്നത് 5ഉം 5ഉം ഈക്വൽ ആണോ? ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ട്രൂ തന്നെയാണ്. അടുത്ത് നോക്കുന്നത് 6ഉം 5ഉം ഈക്വൽ ആണോ? ഒരിക്കലും അല്ല. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഫാൾസ് ആയിട്ടാണ്. അടുത്തത് നോട്ട് ഈക്വൽ ആണെന്ന് അവർ തന്നെ പറയണം. നമ്മൾ വെറുതെ ഒന്ന് ലോജിക്കലി ആൻസർ ചെയ്താൽ മാത്രം മതി. 5 ≠ 5 പറയുന്നത് ശരിയാണോ? അല്ല, കാരണം 5ഉം 5ഉം ഈക്വൽ ആണ്. പക്ഷെ അവർ പറയുന്നത് 5ഉം 5ഉം ഈക്വൽ അല്ല എന്നാണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് പറയാം? ഫാൾസ് എന്ന് പറയാം. അടുത്തത് 6 ≠ 5, 6 ≠ 5 എന്നാണ് പറയുന്നത്. 6ഉം 5ഉം ഈക്വൽ അല്ല നമുക്കും അറിയാം. അവർ പറയുന്നു ഈക്വൽ അല്ല എന്ന്. അപ്പോൾ കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ആൻസർ എന്ത് പറയും? ട്രൂ എന്ന് പറയാം. അപ്പോൾ അതന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ട് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു, റിലേഷണൽ ഓപ്പറേറ്റേഴ്സിന്റെ എക്സാമ്പിൾ കണ്ടു. അടുത്തത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. രണ്ട് മെയിൻ കോൺസെപ്റ്റ് തമ്മിലുള്ള ഡിഫറൻസുകളാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമുക്ക് രണ്ട് കേസും കറക്റ്റ് ആയാൽ മാത്രമാണ് ആൻഡിൽ ട്രൂ വരുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഇത് ഫാൾസ് ആയിരിക്കും. പക്ഷെ ഓറിൽ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയായിരിക്കും നമുക്ക് ആൻസർ ഒക്കെ എന്താവും? ട്രൂ ആവും. ഓക്കെ, ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ ഹിയർ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മൾ നോക്കുന്നത് 5 < 3 ആൻഡ് 5 < 8. അത് നമുക്കറിയാം. 5 3നേക്കാളും ചെറുതല്ല, 5 8നേക്കാൾ വലുതും അല്ല. രണ്ട് കേസും ഫാൾസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും ഫാൾസ് തന്നെയാണ്. അടുത്തത് 5 13നേക്കാൾ ചെറുതാണ്, അത് കറക്റ്റ് ആണ്. 5 < 8 ആണോ? അല്ല. അപ്പോൾ ഒരു കണ്ടീഷൻ ട്രൂ ആണ്, ഒരു കണ്ടീഷൻ ഫാൾസ് ആണ്. അപ്പോഴും നമുക്ക് ആൻസർ കിട്ടുക ഫാൾസ് ആയിട്ടാണ്. അടുത്തത് 50 < 30 ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ 15 > 18 ആണോ? 8 ആണോ? അതെ. അപ്പോൾ ഒരു കണ്ടീഷൻ ഫാൾസും മറ്റേ കണ്ടീഷൻ ട്രൂ ആണ്. ആ കേസിൽ നമുക്ക് എന്താ കിട്ടുക? ഫാൾസ് തന്നെയാണ്. ലാസ്റ്റ് കണ്ടീഷൻ ഫോർ ആൻഡ് എന്ന് പറയുന്നത് 5 < 30 കറക്റ്റ് ആണ്. 15 8നേക്കാൾ വലുതാണ്, ആണ്. രണ്ട് കേസും കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ട്രൂ തന്നെയാണ്. കണ്ടോ? ബാക്കി എല്ലാ കേസിലും അത് ഫാൾസ് വന്നു. ഇനി ഓറിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഫാൾസ് ആയ സെയിം കോൺസെപ്റ്റ് ആണ്. ഞാൻ ഓറ് മാത്രം മാറ്റിയിരിക്കുകയാണ് കേട്ടോ. ഓറ് മാറ്റുമ്പോൾ എന്താ ഉണ്ടാവണ? ഫാൾസ് 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 തന്നെയാണ്. ബാക്കി എല്ലാ കേസിലും അറ്റ്ലീസ്റ്റ് ഒരെണ്ണം നമുക്ക് ട്രൂ ആയിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എല്ലാം ട്രൂ ആയിട്ടാണ് വരുന്നത്. ഇനി ഞാൻ ചെറിയൊരു ചേഞ്ച് കാണിച്ചു തരാം. ഇവിടെ 15 > 80 8 15 > 8 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ശരിക്കും അത് ട്രൂ ആണ്. നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ അത് കിട്ടേണ്ട ആൻസർ എന്താ? ശരിക്കും ഫാൾസ് ആണ്. സോ വി ഗോട്ട് ഇറ്റ് ആസ് ഫാൾസ്. ഇനി അടുത്തത് 5 < 8. 5 < 8 ആണോ? അല്ല, ഫാൾസ് ആണ്. നോട്ട് ഫാൾസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ട്രൂ ആണ്. സോ വി ഗോട്ട് ഇറ്റ് ഓൾസോ ട്രൂ. സോ നിങ്ങൾക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിന്റെ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ.
കണ്ട് പേടിക്കേണ്ട, സിൻടാക്സ് വാർണിംഗ് ആണ് എനിക്ക് വെറുതെ വന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെറിയൊരു എക്സാമ്പിൾ എടുത്തതാണ്. അത് മൈൻഡ് ചെയ്യേണ്ട, ആൻസേഴ്സ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മെമ്പർഷിപ്പ് ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ആ സാധനം അതിലുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനാണ് മെമ്പർഷിപ്പ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചില ക്ലബിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്പോർട്സ് ക്ലബിലൊക്കെ ഉണ്ടായിട്ടുണ്ട് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു കോഡിംഗ് ക്ലബിൽ ഉണ്ടായിരുന്നു. അപ്പോൾ യു ആർ എ മെമ്പർ ഓഫ് ദാറ്റ്, റൈറ്റ്? സോ അങ്ങനെ പറയുന്നതാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. സോ അതിന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററിന്റെ പേര് ഇൻ നോട്ട് എന്നാണ്. അപ്പോൾ ഐ ഇൻ ദിവ്യ, ഐ എന്ന വാല്യൂ ദിവ്യയിൽ ഉണ്ടോ ഇല്ലയോ, അത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ട്രൂ ആണ്. സെഡ് നോട്ട് ഇൻ ദിവ്യ, ഒരിക്കലും സെഡ് അതിലില്ല, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും ട്രൂ തന്നെയാണ്. 10 ഇൻ 10 20 30, 10 20 30 10 ഉണ്ടോ? ഉണ്ട്, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും ട്രൂ ആണ്. 40 ഇൻ 10 20 30 ഒരിക്കലും ഇല്ല, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫോൾസ്. അടുത്തത് 50 നോട്ട് ഇൻ, അവരെന്നെ പറയാണ് 50 10 20 30 ഇല്ല, കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ട്രൂ തന്നെയാണ്. അടുത്തത് ഐഡന്റിറ്റി ഓപ്പറേറ്റ്. ആപ്പിൾ ഈസ് ആപ്പിൾ, കറക്റ്റ് ആണ്, കാരണം ഒരു ചേഞ്ചും ഇല്ല, ആപ്പിൾ തന്നെയാണ് റെസിപ്രോക്കേറ്റ് ചെയ്ത് കാണിച്ചത്, സോ ഇറ്റ്സ് ട്രൂ. അടുത്തതിൽ ചേഞ്ച് മനസ്സിലാക്കണം. ആപ്പിൾ ഈസ് ആപ്പിൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യം ക്യാപിറ്റൽ എയും അടുത്തത് സ്മോൾ എയും ആണ്. കമ്പ്യൂട്ടറിന് രണ്ട് ആൾക്കാരാണ്, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും ഫോൾസ് ആയിരിക്കും. അടുത്തത് ആപ്പിൾ ഈസ് നോട്ട് ഓറഞ്ച്, പേര് തന്നെ നിങ്ങൾക്ക് അറിയാം, ആപ്പിൾ ഒരിക്കലും ഓറഞ്ച് ആവില്ല, നമുക്ക് കിട്ടുന്ന ആൻസറും ട്രൂ തന്നെയായിരിക്കും. അടുത്തത് 10 20 ആണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, 10 20 അല്ല. അടുത്തത് 20 ഈസ് നോട്ട് 30, കറക്റ്റ് ആണ്, 20 ഒരിക്കലും 30 ആവില്ല, അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ആൻസർ ട്രൂ ആണ്. സോ ഇങ്ങനെയാണ് ഓരോ ഓപ്പറേറ്റേഴ്സും വർക്ക് ചെയ്യുന്നത്. ഓരോന്നിൻ്റെയും മീനിങ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ചെയ്യാനും, റിലേഷൻ ഓപ്പറേറ്റർ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനും, ലോജിക്കൽ രണ്ട് വലിയ കോൺസെപ്റ്റുകളോ 3-4 കോൺസെപ്റ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനുമാണ് യൂസ് ചെയ്യുന്നത്. ഒരു സാധനം അതിലുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ മെമ്പർഷിപ്പ് ഉണ്ട്, ഒരു സാധനം അതാണോ എന്ന് നോക്കാൻ ഐഡന്റിറ്റി ഓപ്പറേറ്റർ ഉണ്ട്, പിന്നെ ഒരു സാധനം നമ്മൾ വേറൊന്നിലായിട്ട് അസൈൻ ചെയ്യാൻ നമുക്ക് അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൂടിയിട്ടാണ് ഒരു ഓപ്പറേറ്റേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. ബിറ്റ് വൈസ് നമ്മൾ അധികം അങ്ങനെ യൂസ് ഇല്ല, സോ അതുകൊണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. ബാക്കി നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. താങ്ക് യു.